ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമാണ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി സ്വീകരിച്ചുകൊണ്ട് കേസിലെ കോടതിയിലുള്ള 1 മുതൽ 15 വരെയുള്ള പ്രതികളിൽ ഇന്നേ ദിവസം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള 14 പ്രതികൾക്കും മരണം വരെ തൂക്കിലേറ്റാൻ ഇന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. അതുകൂടാതെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ പുരയ്ക്കുള്ളിൽ അതിക്രമിച്ച് കടന്നു കയറി മാരകായുധങ്ങളുമായി അദ്ദേഹത്തെ ആക്രമിച്ച കുറ്റകൃത്യത്തിന് 1 മുതൽ 8 വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും കോടതി വിധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പല കൌണ്ടുകളിലായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ വകുപ്പുകൾ പ്രകാരവും പ്രതികൾക്ക് തടവ് ശിക്ഷയും അതേപോലെ തന്നെ ഫൈൻ എമൗണ്ടുകളും വിധിച്ചിട്ടുണ്ട്. ഇപ്രകാരം ലഭിക്കുന്ന ഫൈൻ എമൗണ്ടുകളിൽ 6 ലക്ഷം രൂപ രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും 2 കുട്ടികൾക്കുമായി നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കണ്ട കാലം മൊത്തം പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കേസിൽ ഈ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുള്ളത്. ഒരു കാര്യം, ഇത് 10ാം പ്രതിയെ ഇന്ന് ഹാജരാക്കിയിരുന്നില്ല. 10ാം പ്രതി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിനും കൂടി ഈ വിധി ബാധമല്ല, അദ്ദേഹത്തെ വധിച്ചാണോ? തീർച്ചയായും. കാരണം 10ാം പ്രതി മെഡിക്കൽ ഗ്രൌണ്ടുകളിൽ കോടതിയിൽ ഹാജരാക്കാതിരുന്ന കാരണത്താലാണ് 10ാം പ്രതിക്കെതിരായിട്ടുള്ള ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കാതിരുന്നിട്ടുള്ളത്. ഈ കേസിലെ ശിക്ഷാവിധി ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കൂട്ടത്തിൽ ഈ 14 പേർ ഇന്ന് മരണം വരെ വധശിക്ഷ വിധിച്ച 14 പ്രതികൾക്കെതിരെ കണ്ടെത്തിയിട്ടുള്ള അതേ കുറ്റകൃത്യങ്ങൾ തന്നെ 10ാം പ്രതിക്കെതിരെയും കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ശിക്ഷ തന്നെ 10ാം പ്രതിയും അനുഭവിക്കേണ്ടി വരും എന്നാണ് പ്രതീക്ഷ. അതായത് കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ എന്ന് പറയാം അല്ലേ? തീർച്ചയായും. കേസിൽ കുറ്റപത്രത്തിൽ പ്രഥമ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ എന്ന് തന്നെ ഇത് തത്വത്തിൽ പറയാവുന്നതാണ്. സാധാരണഗതിയിൽ ട്രയൽ കോടതി, സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു കഴിയുമ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ഇതിന് കൺഫർമേഷന് വേണ്ടി ഹൈക്കോടതിക്ക് അയക്കുക എന്നുള്ളതാണ്. ആ നടപടിക്രമങ്ങൾ നടക്കും. അത് ഭാരതത്തിലെ തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കൊലപാതക കുറ്റത്തിന് ഒരാൾ കൊല്ലപ്പെട്ട ഒരു കുറ്റകൃത്യത്തിന് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 15 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര നീതിന്യായ ചരിത്രത്തിലെ ആദ്യത്തെ കേസാണോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ വരുത്താം. പക്ഷേ എങ്കിലും എന്റെ അറിവിൽ ഇത് ആദ്യത്തെ സംഭവം തന്നെയാണ്. കേസില് 1 മുതൽ 9 വരെയുള്ള പ്രതികൾക്ക് 1 മുതൽ 9 വരെയും 11 മുതൽ 15 വരെയുള്ള പ്രതികൾക്കും 143 IPC വകുപ്പ് പ്രകാരം 6 മാസം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ 1 മുതൽ 9 വരെയും 11 മുതൽ 12 വരെയുള്ള പ്രതികൾക്കും 147 വകുപ്പ് പ്രകാരം 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 മുതൽ അതേ പ്രതികൾക്ക് തന്നെ 148 IPC വകുപ്പ് പ്രകാരം 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് 449 149 IPC പ്രകാരം ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചിട്ടുണ്ട്. 9, 11, 12 പ്രതികൾക്ക് 447 149 IPC പ്രകാരം 3 മാസം തടവും 500 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 1, 5, 9, 11, 12 പ്രതികൾക്ക് 427 149 വകുപ്പ് പ്രകാരം 2 വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടെ 1 മുതൽ 8 വരെ പ്രതികൾക്ക് 506 2 IPC പ്രകാരം 7 വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 9, 11, 15 പ്രതികൾക്ക് 201 149 IPC പ്രകാരം 7 വർഷം തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 9 വരെയും 11, 12 പ്രതികൾക്ക് 27 ആംസ് ആക്ട് പ്രകാരം 7 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് 1 മുതൽ 8, 9, 11, 12 പ്രതികൾക്ക് 302 റീഡ് വിത്ത് 149 വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിലേറ്റാനും 1 ലക്ഷം രൂപ പിഴയും. 13 മുതൽ 15 വരെ പ്രതികൾക്ക് 302 റെയ്ഡ് വിത്ത് 149 120 ബി ക്രിമിനൽ കോൺസ്പിറസി വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിലേറ്റാൻ
വിധിയും 1,00,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 8ാം പ്രതിക്ക് 324, 149 വകുപ്പ് പ്രകാരം 3 വർഷം തടവ് ശിക്ഷയും 5,000 രൂപ ഫൈനും വിധിച്ചിട്ടുണ്ട്. 2ഉം 7ഉം 8ഉം പ്രതികൾക്ക് 323 വകുപ്പ് പ്രകാരം 1 വർഷം തടവ് ശിക്ഷയും 1,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് 341 വകുപ്പ് പ്രകാരം 1 മാസം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇതിൽ 6,00,000 രൂപ വരുന്ന പിഴ തുക ഈടാക്കുമ്പോൾ അതിൽ 6,00,000 രൂപ ഈ കേസിലെ 1ഉം 2ഉം 8ഉം സാക്ഷികളായ മരണപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇളയ കുട്ടിക്കും അതേപോലെ തന്നെ ഈ കേസിൽ സാക്ഷിയാകാത്ത മൂത്ത കുട്ടിക്ക് കൂടി നൽകണമെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. വിധിയെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ള തരത്തിലും കോടതി ഒരു കാര്യം, അതായത് ഈ കേസിൽ 15 പ്രതികൾക്കും ശിക്ഷ നൽകി കഴിഞ്ഞിരിക്കുന്നു. ജഡ്ജിയുടെ കണ്ടെത്തൽ എന്താണെന്നുള്ളത് വിധി അറിയുള്ളൂ. താങ്കളുടെ അസസ്മെന്റ് പ്രകാരം എന്തുകൊണ്ടായിരിക്കാം ഈ 15 പ്രതികൾക്കും വധശിക്ഷ നൽകാൻ കോടതി തീരുമാനിച്ചത്? ഈ കേസിലെ പ്രതികളെല്ലാവരും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയിലെ പ്രവർത്തകരാണ് എന്നുള്ള പ്രോസിക്യൂഷന്റെ ആരോപണം കോടതി ശരിവച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, അപൂർവങ്ങളിൽ അപൂർവമായ രീതിയിൽ മുന്നൊരുക്കത്തോടുകൂടി വളരെ നേരത്തെ ലിസ്റ്റ് തയ്യാറാക്കി ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ തന്നെ വീട്ടിൽ അതിരാവിലെ അതിക്രമിച്ച് കടന്നു കയറി നിരാലംബരായ സ്ത്രീകളുടെയും കൊച്ചു കുഞ്ഞിന്റെയും മുമ്പിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ നടത്തിയ കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ വധശിക്ഷ അവർക്ക് നൽകണമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി സ്വീകരിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ. റയറസ്റ്റ് ഓഫ് റെയർ കേസിന്റെ പരിധിക്കകത്ത് വരുന്ന തരത്തിൽ തന്നെയാണ് കോടതി ഈ കേസിനെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷന് ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ച് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള വിധിയാണ് പ്രതികൾക്ക് 15 പേർക്ക് വധശിക്ഷ. അല്ലെങ്കിൽ പ്രധാന വാദം എന്ന് പറയുന്നത് ആ ദിവസം, അതായത് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടതിന്റെ ആ ദിവസം തലേദിവസം വെളുപ്പിന് അല്ലെങ്കിൽ രാത്രിയിൽ നടന്ന ഒരു നിർഭാഗ്യപരമായ സംഭവത്തിന്റെ റിട്ടാലിയേഷൻ ആണ്. ഇത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ കൊലപാതകമാണെന്നുള്ള വാദമാണ് ഉയർത്തിയത്. പക്ഷെ ആ വാദം നിലനിൽക്കാതെ പോയെന്നുള്ള അതിന് വളരെ മുമ്പ് തന്നെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷെ ശത്രുക്കളെ ലിസ്റ്റ് തയ്യാറാക്കി കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടുകൂടിയുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ള പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ കോടതിക്ക് മുമ്പാകെ തെളിവായി സ്വീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമാണ് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കളയാൻ കോടതികൾക്ക് സാധിച്ചു. ഇന്ന് പ്രതിഭാഗം ഈ വധശിക്ഷ നൽകുന്നതിനെതിരായി പ്രതിഭാഗം വാദിച്ച ഒരു കാര്യം, ഇത് കേരളത്തിൽ നിരവധി രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നുണ്ട്, അത് സ്ഥിരമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതും ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. അതുകൊണ്ട് ആ രീതിയിൽ കോടതിയിൽ കാണണം എന്നൊരു വാദമാണ് പ്രതിഭാഗം ഉയർത്തിയത്. ആ വാദം പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞു എന്നല്ലേ? തീർച്ചയായും. കാരണം രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ് ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. കോടതി കണ്ടെത്തിയത് ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അത്യപൂർവമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് രാത്രി ഇഷാൻ കൊല്ലപ്പെട്ട അന്ന് രാത്രി 18-ന് രാത്രി 8 മണിക്ക് രഞ്ജിത്ത് ശ്രീനിവാസൻ വക്കീൽ ഓഫീസിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രതി വരുന്നു. അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുന്ന ശേഷമാണ് ഇവർ കൊലപാതകത്തിൽ നീങ്ങുന്നത്. ആ സമയം മുതൽ പിറ്റേന്ന് രാവിലെ 6 വരെയുള്ള പ്രതികളുടെ എല്ലാ നീക്കങ്ങളും ഒരു കണ്ണി പോലെ, ഒരു ചങ്ങല പോലെ കൂട്ടിയോജിപ്പിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നാൽ പ്രത്യേകിച്ച് ശാസ്ത്ര തെളിവുകളും അതുപോലെ ഇതിനകത്തൊരു പ്രധാന കാര്യം, ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടന കൊലപാതകികൾക്ക് പിന്നിലുണ്ട് എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അവർ നടത്തുന്ന ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ കൊണ്ടുവരാനും സാധാരണഗതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കാത്ത സാഹചര്യമാണ്. പക്ഷേ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടുന്ന അന്വേഷണ ടീം വളരെ മനോഹരമായ രീതിയിൽ തന്നെ കേരള പോലീസ് വളരെ മനോഹരമായി തന്നെ ഈ കേസിനകത്ത് തെളിവുകൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസ്, അതായത് തലേദിവസം രാത്രിയിൽ നടന്ന ഒരു നിർഭാഗ്യകരമായ സംഭവത്തിന് തുടർച്ചയായിട്ടുള്ള ആ ചെയിൻ ഓഫ് ഇൻസിഡൻസ് മൊത്തമായി കോടതി കൊണ്ടുവരാനും ആ കൊലപാതകത്തിനുള്ള ഗൂഢാലോചനയ്ക്ക് ഒരു പഴുതുമില്ലാത്ത തരത്തിൽ കോടതിയെ തെളിയിക്കാനും പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുള്ളത്.
ഇത് പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ് ഈ കേസിലെ പ്രതികൾ എന്നുള്ള പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ ഈ മൂവ്മെന്റ്, പ്രതികളുടെ ഈ ഗൂഢാലോചനയും ഒപ്പം ഓപ്പറേഷൻ ഇടയിലുള്ള പല ഘട്ടങ്ങളായുള്ള ഇതിൽ സാക്ഷിമൊഴികൾ എത്രമാത്രം നിങ്ങൾ ഗുണം ചെയ്തു, പരമാവധി എല്ലാ സാക്ഷി കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഈ കേസിനകത്ത് സംഭവം കണ്ടതായ ദൃക്സാക്ഷികളുടെ മൊഴികൾ ഒരു വലിയ രീതിയിൽ തന്നെ കേസിനെ ഗുണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അവർക്ക് പരമാവധി ആ സാക്ഷികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരേ തരത്തിലുള്ള വേഷം ധരിക്കുകയും മറ്റും ചെയ്ത് പ്രതികൾ കോടതിയിൽ ആ സാക്ഷികൾ തിരിച്ചറിയുന്നതിന് തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാക്ഷികൾ കൃത്യമായി തന്നെ പ്രതികളെ കോടതി തിരിച്ചറിഞ്ഞതും കേസിന് ഗുണകരമായിട്ടുണ്ട്. അതായത് ഒരു കൃത്യമായ ഉദ്ദേശത്തോടുകൂടി ഒന്നിൽ കൂടുതൽ ആളുകൾ സംഘം ചേർന്ന് നടത്തുന്ന ഒരു കൊലപാതക കുറ്റത്തിൽ സംഭവ സ്ഥലത്ത് ഇല്ലാത്ത പ്രതികൾക്കും 149 വകുപ്പിന്റെ പരിധിക്കകത്ത് ആ സംഭവ സ്ഥലത്തുള്ള പ്രതികൾ ചെയ്ത അതേ കൊലപാതകത്തെ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന്റെ അതേ ബാധ്യത അവർക്ക് നിലനിൽക്കുന്നുണ്ട്. ഒരു സംശയം കൂടി, ഈ 10ാം പ്രതി എന്ന് ഹാജരാക്കിയില്ല, അദ്ദേഹത്തിന് വേണ്ടി ആ പ്രതിക്ക് വേണ്ടി ഒരു പ്രത്യേക വിധി ഉണ്ടാകുമോ, അതോ ഈ വിധി അദ്ദേഹത്തിനോട് ആ പ്രതികൾക്ക് ആ കോടതിയിൽ ഇന്ന് ഹാജരാക്കാത്ത 10ാം പ്രതിക്കെതിരായും ഇതേ വകുപ്പുകൾ തന്നെ കോടതി കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് മറ്റൊരു വിധി ഉണ്ടാകാൻ സാധ്യതയില്ല. അവർക്കും ഇതേ ശിക്ഷ തന്നെയാണ് ലഭിക്കേണ്ടത്. ശരി സാർ, താങ്ക് യു. SP അവിടെ ഉണ്ട്.